ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന അതേ സെയിം രീതിയിൽ തന്നെ നമ്മളിന്ന് ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടല മിഠായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള ഐറ്റം അല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി നമ്മുടെ മക്കൾക്ക് നല്ല ധൈര്യത്തോടു കൂടി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മിഠായിയുടെ റെസിപ്പി കൊണ്ടാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അംഗൻവാടിയിൽ നിന്ന് 6 മാസം മുതൽ 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല അടിപൊളി ന്യൂട്രി മിക്സിൻ്റെ ഒരു പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരല്പം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിന്നൊരു അടിപൊളി കടല മിഠായിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ കടല മിഠായി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന്. സാധാരണ നമ്മുടെ ശർക്കര പാനിയും പീനട്ടും വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്, അതും നല്ല ഹെൽത്തി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1/4 കപ്പ് ഗോതമ്പ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ന്യൂട്രി മിക്സും കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു അംഗൻവാടിയിലുള്ള ഈ ഒരു ന്യൂട്രി മിക്സ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പാനിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടണം. കൈവിടാതെ തന്നെ നമ്മളിതൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഞാനിവിടെ 1/2 കപ്പോളം പീനട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു മേൽത്തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറായി പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പൊടി ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ന്യൂട്രി മിക്സിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാരയോ അതെല്ലാം നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ല, ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വറുത്തെടുത്ത് അതേ സെയിം പാനിലേക്ക് തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര എടുക്കാം കേട്ടോ. എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഒരു ഒറ്റനൂൽ പരുവാക്കി എടുക്കാം. പിന്നെ ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കാരമലാക്കി എടുക്കണം. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അമൃതപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇനി നമുക്കിതൊന്ന് മെൽറ്റായി വരട്ടെ. വളരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പഞ്ചസാര ഒന്ന് കാരമലാകുമ്പോഴേക്കും ഞാനിതാ ഒരു 1/2 കപ്പ് പീനട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് നമ്മൾ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിയായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമുക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഒത്തിരി ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടില്ല. ചെറിയ തരിയായിട്ടാണ് നമ്മളിത് കണ്ടില്ലേ പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ പീനട്ടിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ
എടുക്കണം. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ കാരമലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഇവിടെ കണ്ടില്ലേ കാരമലായി വരുന്നുണ്ട്. ഞാനിവിടെ ചെറിയ ഫ്ലെയിമിലാണത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് റെഡിയാവാനുണ്ട്. ഒന്നും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര നല്ല പോലെ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതങ്ങ് മെൽറ്റായി വന്നോളൂ. ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു കാരമൽ നല്ല പോലെ കയ്പ്പ് വരും. ഇതും കൂടെ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ ആ ഒരു കടല മിക്സ് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു സ്മെല്ലിനായിട്ട് നമ്മളിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരല്പം ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കാം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ ആ ഒരു പീനട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ചളവിൽ ചേർത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുമിച്ച് അങ്ങോട്ട് എടുക്കുമ്പോൾ എല്ലാ വശത്തേക്കും നമ്മുടെ ആ ഒരു പൊടിയിൽ നമ്മുടെ ആ ഒരു പഞ്ചസാര പാനി എത്തിക്കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. ഇനി നെയ്യ് ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മളിത് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി നമ്മുടെ പൊടികളൊക്കെ നനയാതെ വരും. ഇനി നമുക്കിതൊന്ന് കണ്ടില്ലേ, ഈ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവ നമുക്കൊന്ന് മാറ്റിയെടുക്കണം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ അങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഒരല്പം നെയ്യൊന്ന് തടകി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഇതൊന്ന് വിട്ടു വരുള്ളൂ. അപ്പോൾ നമുക്കിനി ആ ഒരു മോൾഡിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ മോൾഡിലാണ് നമ്മളിത് സെറ്റാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി വരും. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു കേക്കിൻ്റെ ഒരു മോൾഡിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ വശം ഒന്ന്
പരത്തി സെറ്റാക്കി അങ്ങ് എടുക്കാം. നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി വെച്ചെടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമുക്കിത് ഉറച്ചു വരുമ്പോൾ കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിവിടെ ഇരുന്നൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കടല മിഠായി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മളിത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇതേപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് കഴിയുന്നത്. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി ആരും കടയിൽ നിന്ന് ഇതേപോലെ നമുക്ക് കടല മിഠായി വാങ്ങിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്കിത് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.